അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ്. സംസ്ഥാനത്തും പ്രതിഷേധമുണ്ട്. CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്തും രാജ്യത്തുടനീളം പ്രതിഷേധം കനക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ ഒറ്റക്കെട്ടായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ അപലപിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയിൽ അതിനാടകീയമായ രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ പ്രതിഷേധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. CPM-ന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. MV ഗോവിന്ദൻ മാഷ് സംസാരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. മൈക്കോണൊക്കെ അർജുൻ കല്യാട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, എങ്ങനെയാണ് പ്രതിഷേധ സമരം പുരോഗമിക്കുന്നത്? ഇന്നിപ്പോൾ 10 മണിക്ക് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കും. വിചാരണ കോടതിയുടെ മുമ്പാകെ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പ്രതിഷേധം കനപ്പിക്കുമോ CPM സംസ്ഥാനത്തുടനീളം? അരുൺകുമാർ, അതായത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ED-യെയും തുടങ്ങിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരികളെ പോലും വേട്ടയാടുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPIM-ന്റെ നേതൃത്വത്തിൽ LDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ പ്രതിഷേധം നടത്തുന്നത്. വിവിധ സംഘടനാ നേതാക്കൾ, അതായത് CPI-യുടെയും ഘടകകക്ഷികളായ നേതാക്കളുടെയും എല്ലാം നേതാക്കൾ ഇതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സമരം അതിശക്തമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരം തന്നെയാണ് കേരളത്തിലുടനീളം നടത്തുന്നതിന് വേണ്ടി LDF തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള ഒരു ജാഥ സംഘടിപ്പിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് കണ്ണൂരിൽ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പ്രതിഷേധ മാർച്ച് ഏകദേശം 200-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ വളരെ വേഗത്തിലുള്ള, അല്ലെങ്കിൽ ഈ കേസ് വന്ന ഉടനെ തന്നെ, ഈ അറസ്റ്റ് വന്ന ഉടനെ തന്നെ ഉള്ള ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള സമരം കേരളത്തിലുടനീളം വ്യാപിക്കുന്നു. CPM-ഉം ഇടതുപക്ഷവും അതിൻ്റെ നേതൃനിരയിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ഉദ്ഘാടന പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നരേന്ദ്രമോദിയുടെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള സമരം, ഒരു പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി LDF ഉയർത്തുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ.
സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ്. രാജ്യം ഒന്നാകെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നുവെന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ പ്രതികരണം വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂരിൽ പുള്ളിലാണ്. നമുക്ക് ആ പ്രതിഷേധ കാഴ്ചകളിലേക്കും വാർത്തകളിലേക്കും പോകാം. എന്താണ് എം വി ഗോവിന്ദ മാഷ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇപ്പോഴുള്ളത് തൃശ്ശൂരിലെ പുള്ളാണ്. പുള്ള് എന്ന് പറയുന്ന